എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ബേബി കോൺ ഫ്രൈസ് ആണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം കുട്ടികളൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കാൻ തോന്നും. ആ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ഭക്ഷണത്തേക്കാൾ നല്ലത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി സ്നാക്സ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾന്ന് പ്രസ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഫ്രൈസിന് വേണ്ടിയിട്ട് ബേബി കോൺ എടുത്തിട്ടുണ്ട്. ഒരു ബേബി കോൺ 4-5 കഷ്ണങ്ങളായിട്ട് നീളത്തിൽ മുറിച്ചതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം കടലമാവ് എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ള മസാലകളാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ് 1/2 ടീസ്പൂണോളം. പിന്നെ ആംചൂർ പൗഡർ ഒരു 1.5 ടീസ്പൂണോളം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ്, വെള്ളം ചേർക്കാതെയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് ലിക്വിഡായിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മിക്സാക്കി വെച്ച കടലമാവിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബേബി കോൺസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ബേബി കോണിലെല്ലാം ഈ മസാലകളും ഉപ്പും എല്ലാം പിടിക്കുന്ന വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ബേബി കോണിലെല്ലാം മസാല നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. എണ്ണ ചൂടായ ശേഷം ബേബി കോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള മാവിലാണ് മുക്കിയെടുത്തത്. നിങ്ങൾ കുറച്ച് ലിക്വിഡായിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ നമ്മൾ പൊക്കോടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ, കാരണം ഇത് പെട്ടെന്നാവും. അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. 2 സൈഡ് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്നായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്തൊന്ന് വെതറി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്